കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് ഒരു പ്രാവശ്യം കൂടെ കളമശ്ശേരിയിലുള്ള ദൈവജനത്തോട് ചേർന്ന് കർത്താവിൻ്റെ സഭയോട് ചേർന്ന് കർത്താവിനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാനും കർത്താവ് നൽകിയ അവസരത്തിനായിട്ട് നന്ദി കരയറ്റുന്നു. നാം ഇങ്ങനെ കൂടി വരുന്ന ഈ കൂടിവരവിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നത് നാം ദൈവജനമായി തീർന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നാം ദൈവജനമായി തീർന്നത് സുവിശേഷം വ്യക്തിപരമായി വിശ്വസിച്ച് വീണ്ടും ജനനം പ്രാപിച്ചതിലൂടെയാണ്. അപ്പോൾ സുവിശേഷം നമ്മുടെ ജീവിതങ്ങളിൽ ചെയ്ത വലിയ പ്രവൃത്തി, അല്ലെങ്കിൽ സുവിശേഷം എന്ന ആ ദൈവിക രക്ഷാ സന്ദേശം, അത് വിശ്വസിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റം അത് വളരെയധികം പ്രസക്തമായിരിക്കുന്ന ഒരു മാറ്റമാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് റോമിലെ സഭയ്ക്ക് എഴുതിയ സുവിശേഷമാണ് റോമാലേഖനം. അതിനെക്കുറിച്ച് നാം പഠിച്ചിട്ടുള്ള ആളുകളാണ്. ഇന്നത്തെ സന്ദേശത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് റോമാലേഖനത്തിലെ ഒരു ഭാഗത്തു നിന്നുകൊണ്ടാണ്. അത് 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ആസ്പദമാക്കിയാണ് ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിലേക്ക് വരുന്നതിന് മുൻപ് ഈ വേദഭാഗത്തിൻ്റെ ഒരു പശ്ചാത്തലം ഞാനൊന്ന് വിശദീകരിക്കാം. അതിനുശേഷം നമുക്ക് ആ വേദഭാഗം ഒന്ന് പരിശോധിക്കാം. അപ്പോസ്തലനായ പൗലോസ് റോമിലെ സഭയ്ക്ക് എഴുതിയ സുവിശേഷമാണ് ഈ റോമലേഖനം എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഈ സുവിശേഷം താൻ ഈ ലേഖനമായിട്ട് എഴുതുമ്പോൾ അത് റോമിലെ സഭയ്ക്ക് മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തുമുള്ള ദൈവജനത്തിന് പ്രോത്സാഹനം നൽകുന്ന, അല്ലെങ്കിൽ അവർക്ക് സുവിശേഷത്തിൻ്റെ സത്യത്തെ വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു ലേഖനമാണ്. കത്തോലിക്ക പുരോഹിതനായിരുന്ന മാർട്ടിൻ ലൂതർ, അദ്ദേഹം വാസ്തവമായിട്ടും വീണ്ടും ജനനം പ്രാപിച്ചത്, രക്ഷ പ്രാപിച്ചത് ഈ റോമലേഖനം താൻ പഠിച്ചപ്പോഴാണ്. റോമലേഖനം 1:17 തൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചു. അത് പിൽക്കാലത്ത് 16-ാം നൂറ്റാണ്ടിൽ നവീകരണ പ്രസ്ഥാനത്തിന് കാരണമായി തീർന്നു. അപ്പോൾ ഇന്ന് നാം ആയിരിക്കുന്ന ഈ ദൈവകൃപയിലേക്ക് നമ്മെ നയിച്ച ആ നവീകരണത്തിന് മുഖാന്തരമായി തീർന്നതും ഈ റോമാലേഖനത്തിലെ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഈ എഴുത്താണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഈ സുവിശേഷം വളരെയധികം പ്രസക്തമാണ് എന്ന കാര്യം നാം തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ സുവിശേഷം എന്നത് എന്താണ്? ഇവിടെ സുവിശേഷം പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വന്നാൽ താൻ എന്ത് സുവിശേഷമായിരിക്കും താൻ പ്രസംഗിക്കുക? നമുക്കറിയാം, സുവിശേഷത്തിൽ 2 ഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഒന്ന്, സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം. അതെന്താണ് നമുക്കറിയാം. കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവം മനുഷ്യർക്ക് നൽകുന്ന വീണ്ടെടുപ്പാണ്. കർത്താവായ യേശുക്രിസ്തു പാപികളായിരിക്കുന്ന മനുഷ്യർക്ക് ഒരുക്കിയ രക്ഷാമാർഗമാണ് ആ സുവിശേഷമെന്നത്. നമുക്കറിയാം, ലോകം ഇത്രയും പുരോഗതി പ്രാപിച്ചെങ്കിലും ഇന്നും ലോകത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്നത് ബൈബിൾ വെളിപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. അത് മനുഷ്യൻ്റെ പാപമാണ്. പാപത്തിൽ വീണുപോയ ലോകത്തിലാണ് നാം എല്ലാവരും ഇന്ന് വസിക്കുന്നത്. നാമും പാപത്തിൽ വീണുപോയ മനുഷ്യരാണ്. എന്നാൽ ഈ പാപത്തിൽ വീണുപോയ മനുഷ്യർക്ക് കർത്താവ് ഒരുക്കിയ വീണ്ടെടുപ്പാണ്, യേശുക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയ വീണ്ടെടുപ്പാണ് സുവിശേഷം. ആ വീണ്ടെടുപ്പ് കർത്താവ് യേശുക്രിസ്തുവിൽ വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഏതൊരാൾക്കും സൗജന്യമായി ലഭിക്കുന്നു എന്നതും തിരുവെഴുത്ത് നമുക്ക് നൽകുന്ന വലിയ ഒരു ഉറപ്പാണ്. ആ സുവിശേഷം വിശ്വസിച്ച ആളുകളാണ് നാം എല്ലാം. അപ്പോൾ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം എന്നത് വളരെ പ്രസക്തമായിരിക്കുന്ന ഒന്നാണ്. എന്താണ് സുവിശേഷം എന്നത് തീർച്ചയായിട്ടും നാം വീണ്ടും അത് ഓർക്കേണ്ടത്, അത് ഒന്നുകൂടെ ആവർത്തിച്ച് ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട്, സുവിശേഷത്തിൻ്റെ സ്വാധീനം അത് നമ്മുടെ ജീവിതങ്ങളിൽ അധികമായി വർദ്ധിച്ചു വരേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് ഒരു ലേഖനം എഴുതുമ്പോൾ താൻ പൊതുവെ എഴുതുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഒരു പൊതു ഘടനയുണ്ട് അതിന്. അത് ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് സുവിശേഷവും സുവിശേഷത്തോട് ബന്ധപ്പെട്ട സത്യങ്ങളും ഉപദേശങ്ങളും ഒക്കെയാണ് താൻ ആദ്യം വിശദീകരിക്കുന്നത്.
അതിനുശേഷം ഈ സത്യങ്ങളെ എങ്ങനെ പ്രായോഗിക ജീവിതത്തിൽ നടപ്പിലാക്കാം എന്നാണ് താൻ രണ്ടാമത് വിശദീകരിക്കുന്നത്. റോമാലേഖനം അങ്ങനെ തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ 11 അധ്യായങ്ങൾ നാം വായിച്ചു കഴിഞ്ഞാൽ സുവിശേഷത്തിന് ഉള്ളടക്കം നമുക്കിവിടെ കാണാൻ സാധിക്കും. 12 മുതൽ 16 വരെയുള്ള 5 അധ്യായങ്ങൾ നാം വായിച്ചാൽ ഈ സുവിശേഷത്തിൻ്റെ സ്വാധീനം എപ്രകാരമാണ് നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ സുവിശേഷത്തിൻ്റെ ഈ സ്വാധീനത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് കർത്താവിൽ ആശ്രയിച്ച് ധൈര്യപ്പെടുന്നത്. അപ്പോൾ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം ഞാൻ ചെറുതായിട്ട് സൂചിപ്പിച്ചല്ലോ. സുവിശേഷത്തിൻ്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 2 വാക്യങ്ങൾ ഞാൻ വായിച്ചിട്ട് അത് വിശദീകരിക്കാം. റോമലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗം ആരംഭിക്കുന്നത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ മനസ്സലിവ് എന്നതുകൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത്? അത് ഇംഗ്ലീഷിൽ അത് ഈ മനസ്സലിവ് എന്ന പ്രയോഗം മേഴ്സീസ് ഓഫ് ഗോഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിനെ ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ മനസ്സലിവുകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണകൾ എന്നൊക്കെ നമുക്കതിനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു വാക്കാണ്. അങ്ങനെ അർത്ഥമുള്ളൊരു വാക്കാണ്. അപ്പോൾ അതിൻ്റെ എബ്രായ പദത്തിന് ബഹുവചനം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിനെ ഗ്രീക്ക് ഭാഷയിലും അപ്പോസ്തലനായ പൗലോസ് ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ മേഴ്സീസ് അല്ലെങ്കിൽ മനസ്സലിവുകൾ എന്ന് എഴുതിയിരിക്കുന്നതെന്നാണ് അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് അപ്പോസ്തലനായ പൗലോസിനെ നമ്മെ പ്രബോധിപ്പിക്കാനുള്ളത് എന്താണ്? അതാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ സന്ദേശത്തിന് തലക്കെട്ടായിട്ട് ഇപ്രകാരം പറയാൻ ആഗ്രഹിക്കുന്നു: ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർത്ത് രക്ഷ പ്രാപിച്ച എല്ലാ ദൈവമക്കളും ചെയ്യേണ്ട 2 ഉത്തരവാദിത്തങ്ങൾ. ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർത്ത് രക്ഷിക്കപ്പെട്ട ദൈവജനം ചെയ്യേണ്ട 2 ഉത്തരവാദിത്തങ്ങൾ. അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ മനസ്സലിവ് എന്ന് ഞാൻ ആദ്യം ചുരുക്കിയൊന്ന് പറഞ്ഞിട്ട് ഉത്തരവാദിത്തത്തിലേക്ക് വരാം. നമുക്കറിയാം, ദൈവം ഒരു മനുഷ്യനെ രക്ഷിക്കുന്നത് ആ മനുഷ്യനോട് കൃപ തോന്നിയിട്ടാണ്. നമ്മുടെ എന്തെങ്കിലും യോഗ്യത കണ്ടിട്ടല്ല കർത്താവ് നമുക്ക് വീണ്ടെടുപ്പ് നൽകുന്നത്. റോമലേഖനം ആദ്യത്തെ 11 അധ്യായങ്ങൾ നാം വായിച്ചു കഴിഞ്ഞാൽ നാം എന്തുകൊണ്ട് രക്ഷയ്ക്ക് അയോഗ്യരാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നാം രക്ഷയ്ക്ക് എന്തുകൊണ്ട് യോഗ്യരാണെന്നല്ല, അയോഗ്യരാണ്. അവിടെ അപ്പോസ്തലൻ പൗലോസ് വ്യക്തമായിട്ട് തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവജനമെന്ന് അറിയപ്പെടുന്ന യഹൂദന്മാരും അവരുമായിട്ട് അല്പമൊക്കെ ബന്ധമുള്ള യവനന്മാരും ഈ 2 കൂട്ടരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ജാതികളും ഒരുപോലെ പാപത്തിന് കീഴാണ്. അവർ ദൈവത്തിൻ്റെ കോപത്തിലാണ് കഴിയുന്നത്. അവർക്ക് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ വാള് മാത്രമേ പ്രതീക്ഷിക്കാനായിട്ടുള്ളൂ എന്ന് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് തെളിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിന് ന്യായവിധിക്ക് യോഗ്യരായിരിക്കുന്ന മനുഷ്യർക്ക് രക്ഷ പ്രാപിക്കാനുള്ള ഏക മാർഗം ദൈവത്തിൻ്റെ കൃപയിലും കരുണയിലും ആശ്രയിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സലിവ് അതിൽ ആശ്രയിക്കുകയാണ്. ദൈവം നമ്മുടെ മനസ്സലിഞ്ഞു എന്നതാണ് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന അതിപ്രധാനമായിരിക്കുന്ന സത്യം. ദൈവം എങ്ങനെയാണ് മനസ്സലിഞ്ഞത്? കർത്താവായ യേശു ക്രിസ്തുവിലൂടെ എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാനായി, അല്ലെങ്കിൽ ആ വീണ്ടെടുപ്പിൻ്റെ ഒരു മാർഗം ഒരുക്കുവാനായി ദൈവത്തിന് തിരുമനസ്സായി എന്നത് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ മനസ്സലിവിൻ്റെ പ്രകടനമാണ്. കർത്താവ് നമ്മിൽ മനസ്സലിഞ്ഞത് കൊണ്ടാണ് ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടത്. ഇന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ്റെ യോഗ്യത കണ്ടിട്ടോ അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ കഠിനാധ്വാന നിമിത്തമോ ദൈവം അവന് കൊടുക്കുന്ന ഒരു പ്രതിഫലമല്ല രക്ഷ എന്ന് പറയുന്നത്. രക്ഷ എന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. അവിടെ ദൈവത്തിൻ്റെ കരുണയും കൃപയും ദൈവം പ്രകടമാക്കുന്നു. എന്താണ് ദൈവത്തിൻ്റെ കരുണ? അർഹിക്കുന്ന നരകശിക്ഷ നൽകാതിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത്. അർഹിക്കുന്ന നരകശിക്ഷ നൽകാതിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. എന്താണ് ദൈവത്തിൻ്റെ കൃപ? അർഹിക്കാത്ത നിത്യജീവൻ നൽകുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. ഇത് രണ്ടും രക്ഷയിൽ കർത്താവ് പ്രകടമാക്കുകയാണ്.
അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സലിവ് നാം ഓർക്കണം. രക്ഷിക്കപ്പെട്ടവരായ നാം ഇത് മറന്നു കളയരുത് എന്ന ഒരു വലിയ പ്രബോധനമാണ് ആദ്യമേ പൗലോസിന് നൽകാനായിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം ഓർക്കണം, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് പ്രാപിച്ച ഒരു വ്യക്തിയാണ്. ദൈവത്തിൻ്റെ മനസ്സലിവ് കൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു ദൈവപൈതലായി തീർന്നതും ഒരു ദൈവപൈതലായി ജീവിച്ചു പോകുന്നതും എന്നത് നാം ഒരിക്കലും മറന്നു കളയരുത്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർത്ത് അതിനെ ഓർപ്പിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിന് നമ്മെ പ്രബോധിപ്പിക്കാനുള്ളത് എന്താണ്, അതാണ് നാം ഇനി ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളാണ് പൗലോസ് ഈ രണ്ട് വാക്യങ്ങളിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മുടെ ഉത്തരവാദിത്വം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനെ നമുക്ക് ഇപ്രകാരം ഞാൻ വിശദീകരിക്കുകയാണ്. ജീവനുള്ള യാഗമായി തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്താണ്? അല്ലെങ്കിൽ സുവിശേഷം നമ്മുടെ ജീവിതങ്ങളിൽ സ്വാധീനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട അനുസരണം അല്ലെങ്കിൽ ദൈവത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം അത് എന്താണ്? നമ്മെ തന്നെ ജീവനുള്ള യാഗമായി ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക. ഇവിടെ ഈ യാഗമായി അർപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനെ പൗലോസ് ഒന്ന് വിശദീകരിച്ചാണ് താൻ സംസാരിക്കുന്നത്. വെറുതെ അങ്ങ് യാഗമായി സമർപ്പിക്കുക എന്നല്ല താൻ പറയുന്നത്. പൗലോസ് വളരെ വിശദമായിട്ടത് അവിടെ പ്രസ്താവിക്കുകയാണ്. താൻ പറയുന്ന ഓരോ വാക്കും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകുകയുള്ളൂ. ഇവിടെ താൻ പറയുന്നത് ഇങ്ങനെയാണ്: ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ എന്നാണ് താൻ പറയുന്നത്. അതായത് നാം ദൈവത്തിന് മനസ്സലിവ് തീർച്ചയായിട്ടും ഓർക്കണം. അതുപോലെ തന്നെ നമ്മെ തന്നെ ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അപ്പോൾ എന്താണ് താൻ അർത്ഥമാക്കുന്നത്? നമുക്കത് യാഗമെന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം, പഴയ നിയമ ബൈബിളിൽ ചെല്ലുമ്പോൾ, പഴയ നിയമ പുസ്തകങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് യാഗങ്ങളെക്കുറിച്ച് കാണാൻ സാധിക്കും. അവിടെ യാഗമെന്ന് പറയുന്നത് ഒരു മൃഗത്തെ അർപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അതോടൊപ്പം തന്നെ സ്തോത്ര ബലികളുണ്ട്. പാപയാഗവും അകർത്തിയാഗവും ഉണ്ട്. അത് പാപത്തിന് താൽക്കാലികമായിരിക്കുന്ന ഒരു കവറിങ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് താൽക്കാലികമായൊരു വിടുതൽ നൽകുന്ന ഒരു ദൈവിക ക്രമീകരണമായിരുന്നു. എന്നേക്കുമുള്ള വിടുതൽ അവിടെ ഒരിക്കലും ഉണ്ടാകുന്നില്ല. അത് യേശുക്രിസ്തുവിലൂടെ മാത്രം ലഭ്യമായ ഒന്നാണ് എന്നേക്കുമുള്ള വിടുതൽ. യേശുക്രിസ്തുവിൻ്റെ യാഗം അതിൻ്റെ പൂർത്തീകരണമായിരുന്നു. എന്നാൽ സ്തോത്രയാഗം, സ്തോത്ര ബലികൾ എന്ന് പറയുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അത് സ്വതന്ത്ര ഇച്ഛയിൽ ഒരു വ്യക്തി ദൈവത്തോടുള്ള നന്ദി സൂചകമായി ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഏത് യാഗമായിക്കൊള്ളട്ടെ, ഈ യാഗത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ നൽകിയിരിക്കുന്ന ഒരു പൊതു പ്രമാണമുണ്ട്. ഈ യാഗം അർപ്പിക്കുന്നത് ഏറ്റവും ബെസ്റ്റായ കാര്യമായിരിക്കണം. ഇനി മൃഗത്തെയാണ് അർപ്പിക്കുന്നതെങ്കിൽ ആ മൃഗം ഊനമില്ലാത്ത മൃഗമായിരിക്കണം. യാതൊരു കുറവുമില്ലാത്ത ഒരു മൃഗമായിരിക്കണം. അത് ഊനമില്ലാത്ത എന്നത്, വിത്തൗട്ട് ബ്ലെമിഷ് എന്ന വാക്ക് നാം പഴയ നിയമ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ 45 തവണയിലധികം അത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ദൈവം എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് നമുക്കതിനെ കാണാൻ സാധിക്കും. അപ്പോൾ അതായത് ദൈവത്തിന് നാം എന്താണ് കൊടുക്കുന്നത് എന്നത് ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. എന്തെങ്കിലും കൊടുത്താൽ ദൈവം അങ്ങനെ പ്രസാദിക്കുകയില്ല. കാരണം ദൈവം രാജാവാണ്. ദൈവത്തിന് ഒന്നിനെയും കുറവില്ല. മാനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടാത്ത ദൈവമാണ്, അല്ലെങ്കിൽ ശുശ്രൂഷ ആവശ്യമില്ലാത്ത ദൈവമാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം എന്നത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. പിന്നെ എന്തിനാണ് നാം യാഗം അർപ്പിക്കുന്നത്? അത് ദൈവത്തിൻ്റെ ഒരു ക്രമീകരണമാണ്. ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കുവാനായിട്ട്, ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കാനായിട്ട് അത് ആവശ്യമാണ്. അപ്പോൾ നാം നമ്മെ തന്നെ ദൈവത്തിന് മുമ്പിൽ യാഗമായി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവ സേവനത്തിനായി നാം നമ്മെ തന്നെ സമർപ്പിക്കുക എന്നാണ്. ഇവിടെ ആരാധന എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സർവീസ് എന്ന അർത്ഥത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വാക്കാണ്. എന്താണ് ആരാധന? നമ്മൾ ഞായറാഴ്ച ഒരുമിച്ച് കൂടി ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നത് മാത്രമല്ല ആരാധന. അത് ആരാധനയാണ്, എന്നാൽ അത് മാത്രമല്ല. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവാരാധനയിൽ ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതം തന്നെ ഒരു ആരാധനയായി തന്നെയാണ് നാം സമർപ്പിക്കേണ്ടത്. കാരണം നാം ദൈവത്തിൻ്റെ മനസ്സലിവ് പ്രാപിച്ച ആളുകളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർത്ത് നാം ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? നാം ബുദ്ധിയുള്ള ആരാധനയായി നമ്മെ തന്നെ സമർപ്പിക്കുക. അപ്പോൾ ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റീസണബിൾ സർവീസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. റീസണബിൾ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും ന്യായമായിരിക്കുന്ന, യുക്തമായിരിക്കുന്ന, നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു സേവനമാണ്.
എന്ന് മാത്രമല്ല, വൈകാരികമായിരിക്കുന്ന ഒരു ഒരു പ്രത്യേക അവസ്ഥയിൽ ചെയ്യേണ്ട കാര്യമല്ല. വൈകാരിക തലമുണ്ട്, എന്നാൽ ചിന്തിച്ച് ആലോചിച്ച് കാര്യങ്ങളെ ബോധ്യപ്പെട്ട് നമ്മുടെ സ്വതന്ത്ര ഇച്ഛയിൽ, നമ്മുടെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ നാം മനഃപൂർവ്വമായി ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതങ്ങളെ ദൈവസേവനത്തിനായി നാം സമർപ്പിക്കണം. ദൈവത്തിനൊരു ആരാധനയായി, ദൈവത്തിനൊരു ശുശ്രൂഷയായി നാം നമ്മെ തന്നെ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്നതാണ് പൗലോസ് ഇവിടെ നമുക്ക് നൽകുന്ന പ്രബോധനം. ഇത് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ചെയ്യേണ്ട കാര്യമാണ്, ചിലർ മാത്രം ചെയ്യേണ്ട കാര്യമല്ല. നമുക്കറിയാം, ചില വ്യക്തികൾ സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മൾ പറയും, ആ വ്യക്തി ദൈവസേവനത്തിനായി തന്നെ സമർപ്പിച്ചു. അത് അവർക്ക് മാത്രമുള്ള വിളിയാണോ? രക്ഷ പ്രാപിച്ച എല്ലാവരും ചെയ്യേണ്ട കാര്യമല്ലേ? അങ്ങനെ തന്നെയല്ലേ തിരുവെഴുത്ത് നമ്മെ അത് പഠിപ്പിക്കുന്നത്? പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും എന്തുകൊണ്ട് ദൈവത്തെ സേവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനും നിങ്ങളും ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് വന്നു, ദൈവത്തിൻ്റെ മനസ്സലിവ് പ്രാപിച്ച് സ്വർഗ്ഗത്തിൽ ആ ഉന്നതനായിരിക്കുന്ന ത്രിയേക ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഞാനും നിങ്ങളും എത്തപ്പെട്ടു എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം നമ്മെ തന്നെ ബുദ്ധിയുള്ള ആരാധനയായി സമർപ്പിക്കുക. അത് ഓരോ ദിവസവും ഓരോ നിമിഷവും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവിടെയാണ് ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത്. ഇത് നാം സ്വമേധയായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമല്ല. നമ്മെ അങ്ങനെ പുറമേ നിന്ന് ആളുകൾ അങ്ങനെ സമ്മർദ്ദം ചെലുത്തി നീ അത് ചെയ്യാത്തത് എന്താണെന്ന് അങ്ങനെ നമ്മളങ്ങനെ പ്രത്യേകമായിട്ട് നമുക്ക് ഒരു പ്രഷർ തന്ന്, അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ അതിൻ്റെ പേരിലൊരു മനസാക്ഷി കുത്ത് കൊണ്ടായിട്ട് ചെയ്യേണ്ട കാര്യമല്ല, അല്ലെ? അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമല്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം സ്വമേധയായിട്ട് ഈ സുവിശേഷത്തെ വിശ്വസിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഈ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നാം അങ്ങനെ ചെയ്യുന്ന ആളുകളാണോ? നാം എത്രമാത്രം സുവിശേഷത്താൽ സ്വാധീനിക്കപ്പെട്ട ആളുകളാണ്? സുവിശേഷത്തിന് എന്തുമാത്രം സ്വാധീനം നമ്മുടെ ജീവിതങ്ങളിൽ അനുനിമിഷമുണ്ട്? ഇത് നാം ഒന്ന് സ്വയം ശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്തുകൊണ്ട് ഈ സുവിശേഷത്തിൻ്റെ സ്വാധീനം ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ കുറഞ്ഞു പോകുന്നു എന്ന് ചിന്തിച്ചപ്പോൾ 2 കാരണമാണ് എനിക്ക് മനസ്സിലായത്. സുവിശേഷത്തിൻ്റെ സ്വാധീനം നമ്മുടെ ജീവിതങ്ങളിൽ ശരിയായിട്ടുണ്ടാകുന്നില്ലെങ്കിൽ അതിന് ഒരു കാരണം, നാം സുവിശേഷത്തെ ശരിയായിട്ട് വിശ്വസിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഒരു കാരണം, രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നേ ഉള്ളൂ, ശരിക്കും രക്ഷിക്കപ്പെട്ടില്ല. രണ്ടാമതൊരു കാരണം എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ ഉള്ളടക്കത്തെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. സുവിശേഷം എന്നാൽ എന്താണെന്ന് ശരിക്ക് മനസ്സിലായിട്ടില്ല. ഇതിലേതായാലും പ്രശ്നമാണ്. സുവിശേഷം വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്, ശരിക്കും വിശ്വസിച്ചില്ല രക്ഷിക്കപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം ശരിക്കും മനസ്സിലാക്കിയില്ലെന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രശ്നമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് പ്രിയമുള്ളവർ. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ മുമ്പ് 2 സാധ്യതയേ ഉള്ളൂ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ. ഒന്നുകിൽ ഈ വ്യക്തി പൂർണ്ണമായിട്ടും ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി തന്നെ സമർപ്പിക്കുക, ഇല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചത് പോലെയുള്ള ഒരു, പുറമെ അങ്ങനെ തോന്നിക്കും പക്ഷേ അങ്ങനെയില്ല, അങ്ങനെയുള്ള ജീവിതം നയിക്കുക. അതിനെയാണ് ബൈബിളിൽ സ്വാർത്ഥതയുള്ള ജീവിതം അല്ലെങ്കിൽ കപടഭക്തിയുള്ള ജീവിതം എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള കപടഭക്തിയുള്ള ജീവിതം നയിക്കാനായിട്ടല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. യഥാർത്ഥമായിരിക്കുന്ന ദൈവപൈതലായി, യഥാർത്ഥമായിരിക്കുന്ന സുവിശേഷത്തിൻ്റെ അതിൻ്റെ അർത്ഥവും ലക്ഷ്യവും ഒക്കെ മനസ്സിലാക്കി, അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കി, അതിൻ്റെ സ്വാധീനം ജീവിതത്തിൽ നിറഞ്ഞ വ്യക്തികളായിട്ട് നാം ജീവിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. അപ്പോൾ ബുദ്ധിയുള്ള ആരാധനയായി നാം സമർപ്പിക്കുമ്പോൾ അതിൽ 3 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുന്നുണ്ട്. ഞാൻ അതൊന്ന് വിശദീകരിക്കാം. ഇതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കും എന്നാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇത് ബുദ്ധിയുള്ള ആരാധനയാണ്. എന്താണ് ബുദ്ധിയുള്ള ആരാധന? ചിന്തിച്ചാലോചിച്ച് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഈ ലോകത്ത് ഒരുപാട് വലിയ സ്ഥാനമോ മാനമോ സമ്പത്തോ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, ഇല്ലെന്നല്ല. പക്ഷെ അതില്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ ലോകത്ത് ഏറ്റവും എളിയ അവസ്ഥയിലും ദൈവത്തിന് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടാൻ സാധിക്കും. ഈ ലോകത്ത് നാം ഏറ്റവും ചെറിയവരാണെങ്കിലും
കർത്താവിന് വേണ്ടി നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് പുറമേക്ക് വരേണ്ട ചില മാറ്റങ്ങളാണ്. ഇത് തുടർമാനമായിട്ട് വരേണ്ട മാറ്റമാണ്. ഇത് വർഷത്തിലൊന്നോ അല്ലെങ്കിൽ മാസത്തിലൊന്നോ ആഴ്ചയിലൊന്നോ വെളിപ്പെടേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷം അനുദിനം ഓരോ പ്രത്യേക സാഹചര്യങ്ങളിലും വെളിപ്പെടേണ്ട ഒരു സ്വാധീനമാണ് ബുദ്ധിയുള്ള ആരാധനയായി നാം നമ്മെ തന്നെ സമർപ്പിക്കുക എന്നത്. നാം ചിന്തിച്ച് ആലോചിച്ച് നമ്മുടെ തീരുമാനങ്ങളെ ആ നിലയിൽ കർത്താവിൻ്റെ മുമ്പിൽ എടുത്ത് കർത്താവിന് പ്രയോജനമുള്ളവരായി തീരേണ്ടത് ആവശ്യമാണ്. അതായത് എന്നിലൂടെ ദൈവത്തിന് നേടിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ എന്നിലൂടെ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങൾക്കായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. അതാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നാം ചെയ്യുന്ന ആളുകളാണോ? എന്നിലൂടെ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന നാം ഓരോ വ്യക്തികളിലൂടെയും ഓരോ വിശ്വാസികളിലൂടെയും ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നാം നമ്മെ തന്നെ സമർപ്പിച്ചിട്ടുണ്ടോ? ആ നിലയിലുള്ളൊരു തീരുമാനം നമുക്കുണ്ടോ? അങ്ങനെയുള്ളൊരു സുവിശേഷത്തിൻ്റെ സ്വാധീനം നമ്മുടെ ജീവിതങ്ങളിൽ എപ്പോഴും വന്നിട്ടുണ്ടോ? അത് നാം ഒന്ന് സ്വയം പരിശോധിക്കുന്നത് നല്ലതാണ്. രണ്ടാമത് കാണാൻ സാധിക്കുന്നത്, യാഗമായി അർപ്പിക്കേണ്ടത് എന്തിനെയാണ്? നിങ്ങളുടെ ശരീരങ്ങളെ എന്നാണ്. ഇപ്പോൾ എന്തുകൊണ്ട് പൗലോസ് ശരീരങ്ങളെ എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, അതിനെക്കുറിച്ച് പറയുന്നത് പഴയ നിയമ ബലികളുടെ ഒരു പശ്ചാത്തലത്തിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞതെന്നാണ് പൊതുവെ ഞാനെക്കുറിച്ച് പരിശോധിച്ച് പല കമൻട്രികളിലും കാണാൻ സാധിച്ചത്. അപ്പോൾ ശരീരത്തെ, ഒരു മൃഗത്തെ ബലിയായിട്ട് അർപ്പിക്കുമ്പോൾ ആ മൃഗത്തിൻ്റെ ശരീരത്തെയാണ് അർപ്പിക്കുന്നത്. അതിനെ കൊന്ന് അവിടെ അർപ്പിച്ച് അതിൻ്റെ രക്തത്തെ അവിടെ അർപ്പിക്കുകയാണ്, അതിനെ ദഹിപ്പിക്കുകയാണ്. അവിടെ ഒരു താൽക്കാലികമായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കോപശമനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രസാദം അവിടെ ലഭിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ദൈവം വച്ചൊരു വ്യവസ്ഥ, ദൈവത്തിൻ്റെ ഒരു ക്രമീകരണമാണ്. അത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആത്യന്തിക ബലിയുടെ ഒരു നിഴലായിട്ടാണ് അതിനെ നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു യാഗം അർപ്പിക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ ശരീരത്തെ എന്ന് പറയുമ്പോൾ ശരീരം മാത്രമല്ല. കാരണം ഇവിടെ താഴെ വരുമ്പോൾ തുടർന്ന് താൻ പറയുന്നുണ്ട്, നമ്മുടെ മനസ്സിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ശരീരം മാത്രം അർപ്പിച്ചാൽ പോലെ നമ്മുടെ മുഴുവൻ വ്യക്തിത്വത്തെയും നാം സമർപ്പിക്കണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, യാഗമായി അർപ്പിക്കേണ്ടത് ഒരു വ്യക്തിയെ മുഴുവനായിട്ടാണ്, അല്ലേ? അതായത് നാം നമ്മെ തന്നെ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ മുൻപിൽ ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി സമർപ്പിച്ച് ജീവിക്കേണ്ടത് ആവശ്യമാണ്. അത് ഞാനിങ്ങനെ വിശദീകരിക്കാം. നമ്മുടെ രക്ഷ പ്രാപിച്ചതിന് ശേഷമുള്ള ജീവിതത്തിൽ, നമ്മുടെ ശേഷിക്കുന്ന ജീവിതത്തിൽ നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ പൂർണ്ണ ശക്തി, നമ്മുടെ ഇച്ഛാശേഷി, നമ്മുടെ ചിന്താശേഷി ഒക്കെ ദൈവത്തിന് പ്രയോജനമാകുന്ന നിലയിൽ നാം അതിനെ സമർപ്പിക്കണം. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെയും, നമ്മുടെ കൈകൾ, നമ്മുടെ കരങ്ങൾ, നമ്മുടെ കാലുകൾ, അല്ലെ, നമ്മുടെ ഈ ശരീരം കൊണ്ട് നമുക്ക് ദൈവത്തിന് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ നാം ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, രക്ഷ പ്രാപിച്ച ശേഷം പിന്നെ നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതിനുള്ള അനുവാദം നമുക്കില്ല. രക്ഷ പ്രാപിച്ച ശേഷം തങ്ങൾക്കായി തന്നെ ജീവിക്കുന്ന അനേകരുണ്ട്. അവർ രക്ഷിക്കപ്പെട്ടവരാണെന്ന് അറിയില്ല, പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് ജീവിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ തിരുവഴുത്ത് ഒരിക്കലും അങ്ങനെയല്ല നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരിക്കലും അതല്ല. അതായത് മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്ത്, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സാധ്യതകൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ഈ ലോക ജീവിതത്തിലെ എല്ലാ സാധ്യതകളെയും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്കായിട്ട് നാം സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ഒരു വ്യക്തിയെ യാഗമായി അർപ്പിക്കുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. നാം അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്കത് ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. മൂന്നാമതായിട്ട് അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത്, ഈ യാഗം വിശുദ്ധമാണ്, അല്ലേ? വിശുദ്ധമുള്ള യാഗമാണ്. എന്താണ് വിശുദ്ധമാണെന്ന് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? വിശുദ്ധം എന്ന് പറഞ്ഞാൽ, നമുക്ക് വിശുദ്ധി എന്ന വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് സെറ്റ് അപ്പാർട്ട് എന്ന നിലയിലാണ്, അർത്ഥത്തിലാണ്. പറഞ്ഞാൽ വേർതിരിക്കുക, അതൊന്ന്. രണ്ടാമത് നിർമ്മലമായത്, അല്ലെങ്കിൽ മാലിന്യമില്ലാത്തത്, മാലിന്യം കലരാത്തത്. ഈ രണ്ട് അർത്ഥമാണ് പ്രധാനമായിട്ടും ഈ വാക്കിനുള്ളത്. അതായത് വിശുദ്ധമായ യാഗമായി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവിക വിശുദ്ധിയുടെ നിലവാരം സൂക്ഷിച്ചുകൊണ്ട്, ദൈവത്തെ മാനിച്ചുകൊണ്ട്, ദൈവം പ്രസാദിക്കുന്ന നിലയിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കണം.
നമ്മെ തന്നെ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്കായിട്ട് മാറ്റിവെക്കണം എന്ന അർത്ഥത്തിലാണ് പൗലോസ് ഇവിടെ സംസാരിക്കുന്നത്. നമുക്കറിയാം, ദൈവം വിശുദ്ധനാണ്. ദൈവത്തിനൊരിക്കലും പാപത്തിൽ പ്രസാദിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവം പാപത്തെ വെറുക്കുന്നവനും പാപവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, വിശുദ്ധിയിൽ സകല അശുദ്ധിയിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതം വിശുദ്ധമല്ലെങ്കിൽ നമ്മുടെ യാഗം വിശുദ്ധമാകുകയില്ല. അതായത് നാം കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ വിശുദ്ധമാകണമെങ്കിൽ നമ്മുടെ ജീവിതം വിശുദ്ധമായേ പറ്റുള്ളൂ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആവർത്തിക്കുന്ന ഒരു വലിയ കൽപ്പനയാണ്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും. നമ്മുടെ ദൈവത്തിന് മാറ്റമില്ല. ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ആ നിലവാരം എല്ലാ കാലത്തും ദൈവത്തിൻ്റെ അന്തസ്സത്തയിൽ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഈ പാപം നിറഞ്ഞ ലോകത്ത് ജീവിക്കുമ്പോൾ ആ പാപം നിറഞ്ഞ ലോകത്തോട് ചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ ഒരിക്കലും ചിലവഴിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന ഈ യാഗം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നാം യാഗമായിട്ട് സമർപ്പിക്കുന്ന ആ ഒരു പ്രവൃത്തി ദൈവത്തിന് സ്വീകാര്യമാകണമെങ്കിൽ അത് വിശുദ്ധമാകണം. എങ്ങനെയാണ് വിശുദ്ധമാകുന്നത്? നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമേ നമുക്ക് വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമേ നമുക്ക് വിശുദ്ധി പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവം അംഗീകരിക്കുന്ന വിശുദ്ധി അവിടെ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ബലിമരണത്തിൽ കൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമേ പാപങ്ങളുടെ മോചനവും നീതീകരണവും വിശുദ്ധീകരണവും നമ്മുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ. അപ്പോൾ നാം അനുനിമിഷം കർത്താവ് രക്തത്താൽ തളിക്കപ്പെട്ടവരായി, കഴുകപ്പെട്ടവരായി തീരേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ്. അച്ചാത്ത ഒരു കാരണം ഞാൻ പറയാം. ജീവിതം യാഗമായിട്ട് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ചിലവുള്ളൊരു കാര്യമാണ്. നാം പഴയ നിയമ ബലികൾ പരിശോധിക്കുമ്പോൾ എന്താണ് പഴയ നിയമ ബലികളുടെ പ്രത്യേകത എന്നത് നാം ഒന്ന് മനസ്സിലാക്കണം. പഴയ നിയമ കാലഘട്ടത്തിൻ്റെ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ സമ്പത്ത് നിർണ്ണയിച്ചിരുന്നത് അവൻ എന്തുമാത്രം മൃഗസമ്പത്തുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പഴയ നിയമ ഭക്തന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ അധിക സമ്പത്തുള്ള സമ്പന്നന്മാരായിരിക്കുന്ന അധിക ഭക്തന്മാരെ കുറിച്ചും ബൈബിളിൽ കാണുന്നുണ്ട്. അപ്പോൾ സമ്പത്ത് ഒരിക്കലും അവരുടെ ഭക്തിക്ക് തടസ്സമായിരുന്നില്ല. ഇയ്യോബിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. വളരെ സമ്പത്തുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ധാരാളം മൃഗസമ്പത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഈ മൃഗസമ്പത്തിൽ നിന്നാണ് എടുത്ത് യാഗം അർപ്പിക്കാൻ കർത്താവ് കൽപ്പിച്ചത്. അതിനെക്കുറിച്ച് ദാവീദ് പറഞ്ഞൊരു പ്രസ്താവന ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ചിലവില്ലാതെ ഞാൻ യഹോവയ്ക്ക് യാഗം കഴിക്കുകയില്ല. അല്ലേ? അരവന എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കാളകളെ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു രാജാവിനെ യാഗം അർപ്പിക്കാനായിട്ട്. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇല്ല, ഞാനത് വില കൊടുത്ത് വാങ്ങി മാത്രമേ യാഗം അർപ്പിക്കുകയുള്ളൂ. അപ്പോൾ യാഗത്തിനൊരു വിലയുണ്ട്. ഇറ്റ് കോസ്റ്റ് സംതിങ് ഫോർ അസ്. നമുക്കത് നമ്മെ സ്നേഹിക്കുവാനായിട്ട് ദൈവത്തിനൊരു വില കൊടുക്കേണ്ടി വന്നു. അത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജീവൻ തന്നെയാണ്. നമ്മെ കർത്താവ് വില കൊടുത്താണ് സ്നേഹിച്ചതെങ്കിൽ, അതാണ് സുവിശേഷത്തിൻ്റെ കേന്ദ്ര സന്ദേശമെങ്കിൽ, നമുക്കൊരു വിലയും കൊടുക്കാതെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സേവിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ദൈവത്തെ സേവിക്കാൻ സാധിക്കുക? നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ കഴിവുകളെയും നമ്മുടെ സാധ്യതകളെയും എല്ലാം ദൈവത്തിന് പ്രയോജനമുള്ള നിലയിൽ ചെലവഴിക്കുന്നതിലൂടെ മാത്രമേ ഈ ബുദ്ധിയുള്ള ആരാധനയായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നാം അങ്ങനെ ചെയ്യുന്ന ആളുകളാണോ? നാം എന്തുമാത്രം ത്യാഗമാണ് കർത്താവിന് വേണ്ടി ചെയ്തിരിക്കുന്നത്? ഒരിക്കലൊരു മിഷണറിയോട് അദ്ദേഹത്തെ വിമർശിക്കുന്ന ചില ആളുകൾ ചോദിച്ചു, നിങ്ങളുടെ ശുശ്രൂഷയുടെ ഫലം എവിടെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു സെമിത്തേരിയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ശുശ്രൂഷയുടെ ഫലം അവിടെ വിശ്രമിക്കുന്നുണ്ട്. എൻ്റെ ശുശ്രൂഷയുടെ ഫലമായിട്ട് വീണ്ടും ജനം പ്രാപിച്ച ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. അവർ ഈ വിശ്വാസത്തിന് വേണ്ടി ജീവിച്ച് മരിച്ചുപോയി. അത് ഇവിടെ നിങ്ങൾ കാണുവാൻ സാധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം നമുക്കായി മാത്രം നമുക്ക് ചെലവഴിക്കാനായിട്ട് അവകാശമില്ല. നമുക്കായി ജീവിച്ച് മരിച്ച കർത്താവിന് വേണ്ടി ജീവിക്കുവാനും മരിക്കുവാനുമായിട്ടുള്ളൊരു വിളിയാണ് രക്ഷ പ്രാപിച്ച എല്ലാ ദൈവമക്കൾക്കും ഉള്ളത്. ദൈവത്തിന് മനസ്സിൽ പ്രാപിച്ച എല്ലാ ദൈവമക്കളും അങ്ങനെ തന്നെ ജീവിക്കാൻ വിളിക്കപ്പെട്ട ആളുകളാണ്. നാം അങ്ങനെ ജീവിക്കുന്നുണ്ടോ എന്നത് നാം സ്വയപരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിന് നമ്മോട് പറയാനായിട്ടുള്ളത് എന്താണ്? നമ്മുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം
ഞാനിവിടെ പറഞ്ഞ് രണ്ടാമത്തെ ഇതിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് ഞാൻ പറഞ്ഞത് ഇതാണ്: ജീവനുള്ള യാഗമായി നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക. ഇത് ദൈവത്തിൻ്റെ മനസ്സിൽ പോലത്ത് നാം ചെയ്യേണ്ട ഒരു വലിയ ഉത്തരവാദിത്വമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമതായിട്ട് ഇവിടെ നാം കാണുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ബി ട്രാൻസ്ഫോംഡ് ബൈ ദ റിന്യൂവൽ ഓഫ് ദ മൈൻഡ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. എന്താണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറയുന്നത്? അതായത് സുവിശേഷം നമ്മുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് പുറമേ അല്ല, ബാഹ്യമായിരിക്കും ചില മാറ്റങ്ങളല്ല നമ്മുടെ ജീവിതം ഉണ്ടാകുന്നത്, ആന്തരികമായിരിക്കുന്ന മാറ്റങ്ങളാണ്. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിലാണ് ഈ മാറ്റം ആരംഭിക്കുന്നത്. അതിലൂടെ നമ്മുടെ ചിന്താമണ്ഡലവും ബുദ്ധിമണ്ഡലവും നമ്മുടെ തീരുമാനവും എല്ലാം സ്വാധീനിക്കപ്പെടുകയാണ്. അതിൽ വരുന്ന രൂപാന്തരം, അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ നമുക്ക് നൽകുന്ന പ്രബോധനം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. പ്രിയമുള്ളവർ, ഇന്ന് നമ്മുടെ ചുറ്റുപാട് നാം നോക്കിക്കഴിഞ്ഞാൽ, നമ്മിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു വിലയില്ലാത്ത ഒരു മതം പോലെ, മറ്റൊരു മതങ്ങളിൽപ്പെട്ട ഒരു മതം എന്ന നിലയിൽ അധപ്പതിച്ചു പോയത് നാം സങ്കടകരമായിട്ട് തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തീയത അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോയെങ്കിൽ അതിൻ്റെ കാരണം ആരാണ്? ഉത്തരവാദികൾ ആരാണ്? നാം തന്നെയാണ്. കാരണം ക്രിസ്തുവിൻ്റെ മാതൃകയും അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുയായികളുടെ മാതൃകയും പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിലില്ല എന്നത് സങ്കടകരമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ഈ സന്ദേശം അല്ലെങ്കിൽ ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷം ഈ ലോകത്തിന് പ്രസക്തി ഇല്ലാത്തതായിട്ട് അവർക്ക് കാണപ്പെട്ടാൽ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നിപ്പോയാൽ, നമുക്ക് അവരെ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല. അതിൽ പലപ്പോഴും നമുക്കും അതിൽ പങ്കുണ്ട് എന്ന കാര്യം നാം തിരിച്ചറിയണം. കാരണം പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ ഒരു ചടങ്ങ് പോലെ അങ്ങ് ആയിപ്പോകുന്ന ഒരു സങ്കടകരമായിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന കാര്യം നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഒരു യാന്ത്രികമായിരിക്കുന്ന ഒരു ജീവിതമല്ല യഥാർത്ഥമായിരിക്കുന്ന ക്രിസ്തീയത എന്ന് പറയുന്നത്. യഥാർത്ഥമായിട്ട് ക്രിസ്തീയത എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ആ ഒരു ആത്മീയ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടേണ്ട ഒരു മാറ്റമാണ്, രൂപാന്തരമാണ്. ഇവിടെ രൂപാന്തരം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മോർഫേ എന്ന വാക്കാണ്. മോർഫേ, അത് നമുക്കറിയാം, ബട്ടർഫ്ലൈ അല്ലേ? ഈ ഒരു ചിത്രശലഭം ഒരു പ്യൂപ്പയായി ഇരുന്നിട്ട് ഒരു പുഴുവായിട്ട്, പിന്നെ അതിൽ നിന്ന് അതൊരു ചിത്രശലഭവുമായിട്ട് അല്ലെ വളരെ മനോഹരമായിരിക്കുന്ന ഒരു ശലഭവുമായി ബട്ടർഫ്ലൈ ആയിട്ട് രൂപാന്തരപ്പെടുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളും അപ്രകാരം രൂപാന്തരപ്പെടേണ്ടതായിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട അതേ അവസ്ഥയിൽ തുടരുവാനായിട്ട് നമുക്ക് അനുവാദമില്ല. രക്ഷിക്കപ്പെട്ടു, വർഷങ്ങൾ കഴിഞ്ഞു, 10, 20, 30 വർഷങ്ങൾ കഴിഞ്ഞാലും രക്ഷിക്കപ്പെട്ട അതേ നിലയിൽ, അതേ ചിന്താഗതികളും അതേ മനസ്ഥിതിയും ഉള്ള ആളുകളായിട്ട് ഇരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതിന് അനുവാദമില്ല. നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ മനസ്സിലൊരു വലിയ രൂപാന്തരം, ഒരു പുതുക്കം സംഭവിക്കേണ്ടത് ആവശ്യമാണ്. ഇനി എന്തിനു വേണ്ടിയാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടത്? അത് പറഞ്ഞിട്ട് ഞാൻ ഇത് വിശദീകരിക്കാം. ഇവിടെ അതിനുള്ള കാരണം അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയേണ്ടതിനായിട്ട് നാം രൂപാന്തരപ്പെടണം. ഇനി തിരിച്ചറിയുക എന്ന വാക്കും അത് മലയാളത്തിൽ അത്രയും അതിൻ്റെ ആശയം ശരിക്കും വരുന്നില്ല. തിരിച്ചറിയുക എന്ന വാക്കല്ല ശരിക്കും. അതിനിങ്ങനെ വേണം പറയാം. ഇംഗ്ലീഷിൽ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ കാണാം ടു പ്രൂവ് എന്നാണ്, തെളിയിക്കേണ്ടതിന്. അപ്പോൾ ഞാനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്. തിരിച്ചറിയുക എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തെറ്റൊന്നല്ല. അതിനിങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം, മനസ്സിലാക്കാം, പരിശോധിച്ചറിയേണ്ടതിന്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം അത് നമുക്ക് ഏറ്റവും മികച്ചതാണ് എന്ന് നാം പരിശോധിച്ചറിയേണ്ടതിനായിട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്നതാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പറയാനായിട്ടുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് എന്താണ്? പൊതുവേ ചില ദൈവമക്കളോട് താങ്കളുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അവരിങ്ങനെ പറയും, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക. ഓക്കെ, നല്ലൊരു കാര്യമാണ്, നല്ലൊരു പ്രസ്താവനയാണ്. അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് നാം ഒന്ന് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? അപ്പം ഞാൻ ബൈബിളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ചില ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ ഇഷ്ടത്തിൻ്റെ ചില വിശദീകരണങ്ങൾ, അതിൻ്റെ ചില തലങ്ങൾ ഞാൻ ഒന്ന് ഓടിച്ച് വായിച്ച് കേൾപ്പിക്കാം. അതിനുശേഷം ഞാൻ വിശദീകരിക്കാം. ദൈവത്തിന് പൊതുവായുള്ള ഇഷ്ടങ്ങളുണ്ട്. എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കുക. ദൈവത്തിൻ്റെ പൊതുവായ ഇഷ്ടമാണ്.
ഇനി രക്ഷിക്കപ്പെട്ട ആളുകളെ കുറിച്ചുള്ള കർത്താവിൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം, ഒന്നാമത്. രണ്ടാമതായിട്ട് അവർ ഈ അവിശ്വാസികളുടെ സമൂഹത്തിൽ നിന്ന് വേർപെട്ട് വിശ്വാസികളുടെ സമൂഹത്തോട് ചേരണം. മൂന്നാമത്, രക്ഷിക്കപ്പെട്ട എല്ലാവരും വിശുദ്ധ ജീവിതം നയിക്കുകയും അതിൽ വളരുകയും ചെയ്യണം. നാലാമതായിട്ട്, രക്ഷിക്കപ്പെട്ട എല്ലാവരും പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കണം. അങ്ങനെ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. അഞ്ചാമതായിട്ട്, വിശ്വാസനായിട്ട് കഷ്ടം സഹിക്കണം. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ആറാമതായിട്ട്, രക്ഷിക്കപ്പെട്ട എല്ലാവരും ദൈവവചനം പഠിച്ചനുസരിക്കണം. ഏഴാമതായിട്ട്, രക്ഷിക്കപ്പെട്ട എല്ലാവരും എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കണം. എട്ടാമതായിട്ട്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ ഇങ്ങനെ പറയാം, രക്ഷിക്കപ്പെട്ട എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുന്ന ജീവിതം നയിക്കണം. ഒമ്പതാമത് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, രക്ഷിക്കപ്പെട്ട എല്ലാവരും ദൈവത്തോട് നന്ദിയുള്ളവരായി ദൈവത്തിന് സ്തോത്രവും ആരാധനയും കഴിച്ചുകൊണ്ട് ജീവിക്കണം. പത്താമതായിട്ട്, രക്ഷിക്കപ്പെട്ട എല്ലാവരും കർത്താവിൻ്റെ മേശയിൽ നിന്ന് പങ്കെടുക്കണം, ആഴ്ച തോറും. 11, രക്ഷിക്കപ്പെട്ട എല്ലാവരും ദൈവമക്കളുമായിട്ട് കൂട്ടായ്മ ആചരിച്ച് ജീവിക്കണം. 12, രക്ഷിക്കപ്പെട്ട എല്ലാവരും സുവിശേഷം അറിയിക്കണം. 13, രക്ഷിക്കപ്പെട്ട എല്ലാവരും ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിക്കണം. 14, രക്ഷിക്കപ്പെട്ട എല്ലാവരും തങ്ങളുടെ കൃപാവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യണം. 15, ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനായിട്ട് രക്ഷിക്കപ്പെട്ട എല്ലാവരും ഒരുങ്ങണം. 16, തങ്ങളുടെ സമയം, സമ്പത്ത്, ആരോഗ്യം, കുടുംബം, ജോലി എന്നീ മേഖലകളിൽ രക്ഷിക്കപ്പെട്ട എല്ലാവരും ശരിയായ മുൻഗണനകൾ പാലിക്കണം. ഞാനത് ഓടിച്ച് ചുരുക്കി പറഞ്ഞതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളുടെ ഒരു ചെറിയ ലിസ്റ്റാണ്. ഇതൊരു പൊതുവായ ഇഷ്ടങ്ങളുടെ ലിസ്റ്റാണ്. ഇനി കുറച്ചുകൂടി വ്യക്തമായിട്ട് ചില വ്യക്തികളുടെ രക്ഷിക്കപ്പെട്ട എല്ലാ വ്യക്തികളുടെ ജീവിതത്തിൽ ബാധകമായിരിക്കുന്ന ഇഷ്ടങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്നാൽ രക്ഷിക്കപ്പെട്ട ആളുകളുടെ ജീവിതത്തിൽ തന്നെ ചില വ്യത്യസ്തമായിരിക്കുന്ന ഇഷ്ടങ്ങളും കർത്താവിനുണ്ട്. അത് പ്രകാരം അതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. ഒന്ന്, ദൈവവചനം പഠിപ്പിക്കുക. അത് രക്ഷിക്കപ്പെട്ട എല്ലാവരും ചെയ്യേണ്ട ശുശ്രൂഷയല്ല. ദൈവം പ്രത്യേകം കൃപ കൊടുത്ത് അതിനുവേണ്ടി വേർതിരിച്ച ആളുകൾ ചെയ്യണം. ദൈവവചനം പഠിപ്പിക്കുക. രണ്ടാമത്, കർത്താവിൻ്റെ സഭയെ ശുശ്രൂഷിക്കുകയും നയിക്കുകയും ചെയ്യുക. അതും ചില വ്യക്തികൾ കർത്താവ് കൊടുത്ത ശുശ്രൂഷയാണ്. മൂന്നാമത്, കർത്താവിൻ്റെ വേല ചെയ്യുക, സുവിശേഷ വേല ചെയ്യുക. അതും ചില വ്യക്തികൾക്ക്, ചില രക്ഷിക്കപ്പെട്ട ആളുകളോടുള്ള കർത്താവിൻ്റെ ഇഷ്ടമാണ്. 4, സുവിശേഷ വേല ചെയ്യുന്നവരെ സഹായിക്കുക. 5, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുക. എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാകണമെങ്കിലും ചില ആൾക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ആത്മപ്രേരണ തീർച്ചയായിട്ടും ദൈവം നൽകാറുണ്ട്. അതവർ ചെയ്യുക. 6, അനാഥരെയും വിധവമാരെയും സഹായിക്കുക. 7, രോഗികളെ ശുശ്രൂഷിക്കുക. 8, കഷ്ടതയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുക, ബലപ്പെടുത്തുക. 9, ദൈവമക്കളെ പ്രബോധിപ്പിക്കുക. 10, കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കുക. അപ്പോൾ ഒരു ദൈവ ഇഷ്ടത്തിൻ്റെ ഒരു നീണ്ട ലിസ്റ്റാണ് ഞാൻ ചുരുക്കമായിട്ട് വായിച്ച് കേൾപ്പിച്ചത്. ഇതിന് വെളിയിലും ദൈവത്തെ ഇഷ്ടമെന്ന് പറയാൻ സാധിക്കുന്ന പല കാര്യങ്ങളുണ്ടാകും. എന്നാൽ ഞാനത് ചുരുക്കി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ എത്രമാത്രം ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നാം അനുസരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് ദൈവത്തിന് ഇഷ്ടമാണെന്ന് നമ്മൾ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട്, ഇതൊരു വലിയ ചോദ്യമാണ്. തുടർന്ന് പൗലോസ് ഇവിടെ പറയുന്ന ഒരു കാര്യം, താൻ എടുത്ത് പറയുന്ന ഒരു കാര്യം നാം ശ്രദ്ധിക്കണം. ഈ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ അനുസരിക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരു കാര്യം നമ്മുടെ ജീവിതം നടക്കണം. അത് താൻ പറയുന്ന ഇതാണ്: ഈ ലോകത്തിന് അനുരൂപമാകാതെ. അപ്പം ലോകമെന്ന വാക്ക് ബൈബിളിൽ അനവധി തവണ ഉപയോഗിച്ചുള്ളൊരു വാക്കാണ്. അനുപയോഗിക്കുന്ന വാക്ക് കോസ്മോസ് എന്ന വാക്കാണ്. കോസ്മോസ്, അത് പല അർത്ഥത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഭൗതിക ലോകം, ഈ ലോകത്തിലെ ജനങ്ങൾ, ഈ ലോകക്രമം എന്ന നിലയിലൊക്കെ ഈ വാക്കിനെ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കോസ്മോസ് എന്ന വാക്കല്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എയിയോൺ എന്ന വാക്കാണ്. എയിയോൺ. അപ്പോൾ എയിയോൺ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വർത്തമാനകാല തലമുറ, പ്രസൻറ്റ് ജനറേഷൻ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ നാം ജീവിക്കുന്ന ഈ വർത്തമാനകാല സമൂഹം, അതിൻ്റെ ഫാഷൻ അനുരൂപപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനൊത്തവണ്ണം ജീവിക്കുക എന്നാണ്. ഇന്ന് നാം ജീവിക്കുന്ന ഈ വർത്തമാനകാലത്തിൻ്റെ ഫാഷൻസ്, അതിൻ്റെ രീതികൾ, അതിനോട്
ചേർന്ന് അല്ലെങ്കിൽ നാം അതുപോലെ കാണപ്പെടുന്ന നിലയിൽ ജീവിക്കരുത്. അതായത് ഒരു വിശ്വാസിയും അവിശ്വാസിയും കണ്ടാൽ വേർതിരിക്കാൻ സാധിക്കണം. അത് പുറമേ മാത്രമല്ല കേട്ടോ, ബാഹ്യമായി മാത്രമല്ല. ഞാൻ ഇന്നലെ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ അവിടെ അടുത്ത് കുറച്ചപ്പുറത്തിരുന്ന ഒരു പെൺകൊച്ചിൻ്റെ ഡ്രസ്സ് ശ്രദ്ധിച്ചു. അത് പറയുന്നത്, പണ്ടൊക്കെ നാം ആണെങ്കിൽ ഇങ്ങനെ കീറിയ വസ്ത്രം നാം ധരിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടില്ല. വസ്ത്രത്തിലൊരു ഹോളുണ്ടെങ്കിൽ നമ്മളത് മാറ്റി വെക്കും. ഇപ്പോൾ വസ്ത്രം വാങ്ങുമ്പോൾ തന്നെ ഹോളിട്ടാണ് തരുന്നത്. അപ്പം അങ്ങനെ ഒരു വസ്ത്രം ഇട്ട് എനിക്ക് വാങ്ങി ഞാൻ ചിന്തിച്ചു, എൻ്റെ കർത്താവ് ഇതെന്ത് പരിപാടിയാണ്? നമ്മൾ ശരീരം മറയ്ക്കാനായിട്ട് ഉപയോഗിക്കേണ്ട വസ്തു എന്ന് പറയുന്നത്, ഡ്രസ്സ് എന്ന് പറയുന്നത്, അത് ഹോളിട്ട് അതിന് ഒരു ചില ഭാഗങ്ങൾ കാണിക്കുന്ന രീതിയിലാണ് ധരിച്ചിരിക്കുന്നത്. അങ്ങനെ വസ്ത്രം വിശ്വാസി ധരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് യോജിക്കാൻ പറ്റില്ല. നമുക്കൊരിക്കലും അത് യോഗ്യമായൊരു കാര്യമല്ല. പിന്നെ ഹോളിൻ്റെ സ്ഥാനമൊക്കെ മാറി അസ്ഥാനത്താകുന്നതിന് മുമ്പേ കർത്താവ് വന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും. അപ്പോൾ നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ നാം ജീവിക്കണം. അത് പുറമേ മാത്രമല്ല, ബാഹ്യമായിരിക്കുന്ന ഒരു പ്രകടനമല്ല, മറിച്ച് ഇവിടെ പൗലോസ് പറയുന്നത് ആന്തരികമായിരിക്കുന്ന മാറ്റമാണ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറയുന്നത് ആന്തരികമല്ലേ? നമ്മുടെ ഹൃദയം നടക്കേണ്ട കാര്യമാണ്, ഹൃദയത്തിൽ നടക്കേണ്ട ഒരു മാറ്റമാണ്. അപ്പോൾ ഈ ലോകത്തിന് അനുഭവപ്പെടരുത്. പിന്നെന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കാൻ തക്കവണ്ണം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കാൻ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അനുപയോഗിച്ചിരിക്കുന്ന വാക്ക് തിരിച്ചറിയുക എന്നൊരു വാക്ക് തെളിയിക്കുക എന്നർത്ഥത്തിലാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഏറ്റവും മികച്ചത് എന്ന് നാം തെളിയിച്ചു കൊടുക്കണം ഈ ലോകത്തിന്. To prove that is the perfect blessing, perfect good. അത് തെളിയിക്കണമെന്നാണ്. അത് എൻ്റെയും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ എന്ന് നാം ചിന്തിക്കുന്നുണ്ടോ? അതോ ഈ ലോകത്തിൻ്റെ മൂല്യങ്ങളും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഈ ലോകത്തിൻ്റെ മുൻഗണനകളും ഈ ലോകത്തിൻ്റെ ജീവിത ശൈലിയും ഒക്കെ അനുസരിച്ച് ജീവിക്കുന്നതാണ് നല്ലത്? എന്താ ഈ ലോകത്തിൻ്റെ പ്രശ്നം? ഈ ലോകത്ത് അനുരൂപരാകരുതെന്ന് പറയുമ്പോൾ എന്താണ് ലോകത്തിൻ്റെ പ്രശ്നം? ഈ ലോകത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഈ ലോകം നഷ്ടപ്പെട്ടു പോയ ലോകമാണ്, ദൈവത്തെ വിട്ട് തെറ്റിപ്പോയ ലോകമാണ്. ശാസ്ത്രം ഒത്തിരി പുരോഗമിച്ചു, ലോകം ഒത്തിരി പുരോഗതി പ്രാപിച്ചു, ഒക്കെ ശരിയാണ്. ഒരുപാട് മേഖലകളിൽ പുരോഗതി വന്നിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം ഇപ്പോഴും പാപം തന്നെയാണ്. മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം പാപത്തിൽ അവൻ ജീവിക്കുന്നു, ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാതെ ജീവിക്കുന്നു, അതിൻ്റെ ഫലമായി നഷ്ടപ്പെട്ടു പോയി എന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ലോകം വഞ്ചിക്കപ്പെട്ട ലോകമാണ്, അല്ലേ? പിശാചിൻ്റെ ആത്മാവിനാൽ സ്വാധീനിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട, അല്ലെങ്കിൽ ലക്ഷ്യം തെറ്റിപ്പോയ ലോകമാണ്. ലക്ഷ്യം തെറ്റിയ ലോകത്താണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലോകത്തിന് അനുരൂപപ്പെട്ടു പോകാനായിട്ട് സാധ്യത നമുക്കുണ്ട്. പക്ഷേ അങ്ങനെ ആകരുത് എന്നാണ് പൗലോസ് നമുക്ക് നൽകുന്ന പ്രബോധനം. കാരണം നാം രക്ഷിക്കപ്പെട്ട ആളുകളാണ്, ദൈവത്തിന് മനസ്സിൽ പ്രാപിച്ച ആളുകളാണ്. കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമ്മോട് കരുണ കാണിച്ചു, നാം വീണ്ടും ജന്മം പ്രാപിച്ചു. അതുകൊണ്ട് നമുക്കിനിയും ഈ ലോകത്തിലെ ദൈവത്തെ അറിയാത്ത ആളുകളെ പോലെ ആ ഒരു പാഷൻ നമ്മുടെ ജീവിതത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ പിൻപറ്റി ജീവിക്കുവാനായിട്ട് നമുക്ക് അനുവാദമില്ല, നമുക്ക് സാധിക്കുകയില്ല എന്ന ഒരു വലിയ പ്രബോധനം ഇവിടെ നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കും. ഈ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ ഇതിനോട് ചേർന്ന് നാം ഇവിടെ പൗലോസ് ഉപയോഗിക്കുന്ന വാക്കുകൾ നാം മനസ്സിലാക്കേണ്ടത് പ്രകാരമാണ്. ഇവിടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റം ആദ്യം ഉണ്ടാകേണ്ടത് ഉള്ളിലാണ്. ഞാനത് നേരത്തെ ചെറുതായിട്ട് സൂചിപ്പിച്ചു. അതായത് ദൈവവചനം വായിക്കുന്നതിലും ദൈവിക കാര്യങ്ങളിൽ സന്തോഷിക്കുന്നതിലും ഉള്ളൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ആദ്യം ഉണ്ടാകണം. ദൈവവചനം വായിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നതിലും സന്തോഷിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം. അതൊന്ന്. ഈ ഉള്ളിൽ വരുന്ന മാറ്റം രണ്ടാമത് വെളിയിലേക്ക് വരണം, പ്രകടമാകണം. ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് ദൈവത്തോട് വലിയ സ്നേഹമാണ്, പക്ഷേ എനിക്കത് പ്രകടിപ്പിക്കാൻ അറിയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. സുവിശേഷം പറയാൻ പോകുമ്പോൾ അനേകരും അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ബൈബിൾ പറയുന്നത് അങ്ങനെയല്ല. ദൈവത്തോട് നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന സ്നേഹമുണ്ട്, ഭക്തിയുണ്ട് എങ്കിൽ അത് ഉള്ളിൽ തന്നെ നമുക്ക് അടക്കി വെക്കാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും പുറമേക്ക് വരും. ഉള്ളിൽ ആരംഭിച്ച് അത് വെളിയിലേക്ക് വരും. അത് വെളിയിലേക്ക് വരുന്ന ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം.
ഇനി ഈ ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയുന്ന 3 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. അവിടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒന്നാമതാൻ പറഞ്ഞത് അത് നന്മയാണ് എന്നാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മുടെ ഏറ്റവും വലിയ നന്മ. നിങ്ങളങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? നാം അങ്ങനെയൊന്ന് മനസ്സിലാക്കണം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ ഇഷ്ടം നന്മയാണ്, നല്ലതാണ് എന്ന് മാത്രമല്ല താൻ ഉപയോഗിക്കുന്നത്. ആ വാക്ക് ഉപയോഗിക്കുന്നത് വേറൊരു നിലയിലാണ്. നമ്മുടെ നന്മ സമം ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന നിലയിലാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നല്ലതാണ് എന്ന് മാത്രമല്ല, അങ്ങനെ ആശയം ഇവിടെ ഉണ്ട്, അത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. എന്നാൽ അതല്ല ഇവിടെ താൻ പറയുന്ന പ്രധാനപ്പെട്ട ആശയം അതല്ല. പൗലോസ് പറയുന്നത് നമുക്കുള്ള ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മുടെ ഏറ്റവും വലിയ നന്മ. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് സ്വർഗ്ഗത്തിലെ വലിയവനായിരിക്കുന്ന ദൈവം. ദൈവത്തെക്കാളും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ലോകത്ത് വേറെയില്ല കേട്ടോ. ഈവൻ നമ്മുടെ മാതാപിതാക്കൾ, അവർക്ക് പോലും ആഗ്രഹിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള നന്മയാണ് സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് ചെയ്തതും. അതിന് കാരണം നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കൾ എത്ര സ്നേഹമുള്ളവരാണെങ്കിലും നമ്മെ രക്ഷിച്ച് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ അവർക്ക് പറ്റില്ല. പറ്റുമോ? സാധിക്കില്ല. നമ്മെ രക്ഷിച്ച് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാനായിട്ട് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയാണ്. അപ്പോൾ നമ്മുടെ നന്മ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് കർത്താവ് ചെയ്തത്. നമ്മുടെ ഏറ്റവും വലിയ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തി ദൈവമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ എന്നത് നാം തിരിച്ചറിയേണ്ടത്, പരിശോധിച്ചറിയേണ്ടത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യമാണ്. പ്രിയമുള്ളവർ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് പറയാൻ സാധിക്കുന്ന ഇത് തന്നെയാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ കാര്യം അത് തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ ജനിച്ചു വളർന്ന കുടുംബത്തിലെ ഏക വിശ്വാസിയാണ്. ഞാൻ 2000 രക്ഷിക്കപ്പെടുന്നു. 24 വർഷങ്ങൾ കഴിയുന്നു. കുടുംബത്തിൽ പലരോടും സുവിശേഷം ഞാൻ ശേഷം പറഞ്ഞെങ്കിലും ചിലരൊക്കെ രക്ഷയേറ്റ് പറഞ്ഞു. ആരും അങ്ങനെ വേർപെട്ട് വന്നിട്ടില്ല. രക്ഷിക്കപ്പെട്ട് വേർപെട്ട് കർത്താവിൻ്റെ വഴിയിലേക്ക് വന്ന ഒരു വ്യക്തി എൻ്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് പറയാൻ സാധിക്കുന്ന, എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചു എന്നുള്ളതാണ്. ഞാൻ പൂർണ്ണമായിട്ട് അനുസരിച്ചു എന്നല്ല, കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചു എന്നതാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു കൃപ കർത്താവ് എനിക്ക് തന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ അതുണ്ടാകണം. കാരണം നമ്മുടെ ഏറ്റവും വലിയ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തി ഈ ദൈവമാണ്. രണ്ടാമത്, ഇത് ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ദൈവം പ്രസാദിക്കുന്ന അവിടെയാണ്. ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ഡിസംബറിൽ ഹൊസൂരിൽ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത സമയം പല സമയത്തും അങ്ങനെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പ്രത്യേകം ശ്രദ്ധിച്ചു. അങ്ങ് ഡിണ്ടിഗലിൻ്റെ അപ്പുറത്ത് മുതലേ ആളുകൾ നടക്കുകയാണ്. പ്രത്യേക വേഷമൊക്കെ ധരിച്ച ആളുകൾ നടക്കുകയാണ്. ഇത് നടക്കുന്നറിയാവോ? ദൈവപ്രസാദത്തിനായിട്ട് അവർ നേർച്ച നേർന്നിട്ട് ഈ 100 കണക്കിന് കിലോമീറ്റർ അവർ തലയിൽ കെട്ടും വെച്ച് നടക്കുകയാണ് മല കയറാനായിട്ട്. അപ്പം ഞാനിങ്ങനെ ഓർത്ത്, ദൈവമേ, ഞാൻ ഒരിക്കലും ഈ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ഇങ്ങനെ നടക്കേണ്ടി വന്നില്ല. കാരണം അങ്ങനെ ഒരു കാര്യം കർത്താവ് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ നടന്നാൽ ഞാൻ പ്രസാദിക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ഈ മലയിൽ പോയാൽ ഞാൻ നിന്നിൽ പ്രസാദിക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ആ ഒരു കാര്യം ആളുകൾ ചെയ്യുകയാണ്, തിരിച്ചറിയാതെ ചെയ്യുകയാണ്. അതിനുള്ള പണവും അധ്വാനവും സമയവും എല്ലാം അവർ പാഴാക്കി കളയുകയാണ്. അവർ വിചാരിക്കും ദൈവം പ്രസാദിച്ചേക്കും. പക്ഷെ സത്യദൈവം ഏതിലാണ് പ്രസാദിക്കുന്നതെന്ന് കർത്താവ് നമുക്ക് തിരുവഴുത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ അത് ചെയ്താൽ മതി. കർത്താവ് പ്രസാദിക്കുമെന്ന് പറയാത്തൊരു കാര്യം ചെയ്ത് നാം കർത്താവിനെ പ്രസാദിപ്പിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് എന്തിലാണ് പ്രസാദിക്കുന്നതെന്ന് കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ ചെയ്താൽ മതി. അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്ലാതെ നാം തന്നെ അതിനെക്കുറിച്ച് ചില കമൻട്രികൾ വായിച്ചപ്പോൾ വേദ പണ്ഡിതന്മാർ പറഞ്ഞ ഇതാണ്, മനുഷ്യർ ദൈവം പ്രസാദിച്ചേക്കുമെന്ന് വിചാരിച്ച് ചില കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണെന്ന്. കണ്ടുപിടിച്ച് അവർ ചെയ്യുകയാണ്. പക്ഷെ ബൈബിൾ പറയുന്നത് അങ്ങനെ നാം പുതിയ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ച് ചെയ്തത് കൊണ്ട് അതിൽ ദൈവം പ്രസാദിക്കുകയില്ല. എന്നാൽ ദൈവം പ്രസാദിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ തിരുവഴുത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അത് മനസ്സിലാക്കി അത് ചെയ്യുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. അതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ് ചെയ്യുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മൂന്നാമതായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അത് പൂർണ്ണമാണ്, പൂർണ്ണമായത്, പൂർണ്ണതയുള്ള ദൈവഹിതം. അപ്പോൾ ഞാനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മെക്കുറിച്ചുള്ള
ഏറ്റവും പൂർണ്ണമായിരിക്കുന്ന അല്ലെങ്കിൽ സമ്പൂർണ്ണമായിരിക്കുന്ന ഒരു കാര്യം. ദൈവിക പദ്ധതിയിൽ ഏറ്റവും സമ്പൂർണ്ണമായിട്ടുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അതിന് കാരണം എന്താ ഞാൻ പറയാം. ഈ ഇഷ്ടം ആരുടെ ഇഷ്ടമാണ്? സമ്പൂർണ്ണനായിരിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. സർവജ്ഞാനിയും സർവാധികാരിയും സകലത്തെയും സൃഷ്ടിച്ചവനും എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചവനുമായിരിക്കുന്ന ആ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ആ ഇഷ്ടം. അതുകൊണ്ട് അതിൽ യാതൊരു കുറവുമില്ല. നമ്മളെന്താ ചെയ്യുന്നത് അറിയാവോ? നമ്മൾ ചെയ്യുന്ന കാര്യം പറയാം. നമ്മൾ ദൈവവചനത്തോട് കൂട്ടി കുറച്ച് അതിനെ വ്യത്യാസപ്പെടുത്തി മെച്ചപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പലപ്പോഴും ദൈവമക്കൾ ചെയ്യുന്നൊരു കാര്യം അതാണ്. ദൈവവചനത്തോട് കൂട്ടിയും കുറച്ചും അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടെ, കാരണം ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണെങ്കിലും കുറച്ചുകൂടെ ഇത് മെച്ചപ്പെടാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൂട്ടിച്ചേർത്ത് അതിനെ ഇങ്ങനെ ഒന്ന് മാറ്റിയെടുത്ത് ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് എന്ന് ആക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ പോലും അത് നടക്കില്ല കേട്ടോ, അത് നടക്കില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം സമ്പൂർണ്ണമാണ്. കാരണം ഇത് സമ്പൂർണ്ണനായിരിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. സർവജ്ഞാനിയായിരിക്കും ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അതിൻ്റെ എല്ലാ വശങ്ങളും ചിന്തിച്ചിട്ടാണ് കർത്താവ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ എല്ലാ സാധ്യതകളും കർത്താവിന് അറിയാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ മറ്റ് ദോഷമായിരിക്കുന്ന സാധ്യതകളെ വിട്ടുകളഞ്ഞിട്ട് അതിൽ ഏറ്റവും നന്മയായിരിക്കുന്ന കാര്യം മാത്രം തൻ്റെ ഇഷ്ടമെന്ന് വെളിപ്പെടുത്തിയവനാണ് ഈ ബൈബിളിലെ ദൈവം, ഈ ത്രിയേകനായിരിക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ മാറ്റി കൂടുതൽ മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. അതിന് കൂടുതൽ മോഡിഫൈ ചെയ്ത് വ്യത്യാസങ്ങൾ വരുത്തി കൂടുതൽ മികച്ചതാക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. നമുക്ക് സാധിക്കുന്ന ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് ഈ സമ്പൂർണ്ണമായിരിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടത്തെ തിരിച്ചറിഞ്ഞ് അതനുസരിക്കുക, അത് ചെയ്യുവാനായിട്ട് തീരുമാനിക്കുക. അതിലൂടെ അപ്പോസ്തലൻ പൗലോസൂടെ പറഞ്ഞതുപോലെ ഇത് ദൈവത്തിൻ്റെ ഇഷ്ടം സമ്പൂർണ്ണമാണ്, ഏറ്റവും മികച്ചതാണ് എന്ന് പരിശോധിച്ചറിയുക. ടു പ്രൂവ് ദാറ്റ് ഈസ് പെർഫെക്റ്റ് ആൻഡ് ഗുഡ് ആൻഡ് ഇറ്റ് ഈസ് പ്ലീസിങ് ടു ഗോഡ്. ഇത് ചെയ്യുവാനായാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്വയത്തിലും സ്വന്തം ബുദ്ധിയിലും സ്വന്തം കഴിവിലുള്ള ആശ്രയമൊക്കെ നമുക്ക് വിട്ടിട്ട് നമ്മുടെ കർത്താവിലും കർത്താവിൻ്റെ കൃപയിലും ആശ്രയിച്ച് ഈ ദൈവത്തിന് ഇഷ്ടമുള്ള വഴികൾ നടക്കുവാനായിട്ട് നമുക്ക് തീരുമാനിക്കാൻ പ്രിയമുള്ളവരെ. താൽക്കാലികമായിരിക്കുന്ന മാറിപ്പോകുന്ന ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക്, ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങളിലേക്ക് പോകാതെ നിത്യനായിരിക്കുന്ന ദൈവത്തിൻ്റെ നിത്യമായിരിക്കുന്ന ഇഷ്ടങ്ങളിലും താല്പര്യങ്ങളിലും പ്രിയം വെച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൻ്റെ രൂപം മാറിപ്പോകുന്നു. ഈ ലോകം മാറിപ്പോകുന്ന ലോകമാണ്. ഇത് ശാശ്വതമായിരിക്കുന്ന ലോകമല്ല. ഈ ലോകത്തിൻ്റെ രൂപവും ഭാവവും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ മാറും. അത് മെച്ചമായ മാറ്റമാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും മെച്ചമല്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ആത്യന്തികമായിരിക്കുന്ന ഒരു ഉന്നതമായിരിക്കുന്ന ഒരു ലോകം, ഏറ്റവും മികച്ച ഒരു ലോകം ദൈവം തന്നെ ജനത്തിനായിട്ട് ഒരുക്കിയിരിക്കുന്നു. അവിടെ ജീവിക്കുവാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ മനസ്സലിവ് ദൈവം നമ്മോട് കാണിച്ചത് ഈ ദൈവം ഒരുക്കിയ രാജ്യത്തിൽ, ദൈവം ഒരുക്കിയ ലോകത്ത് തന്നോടൊപ്പം ജീവിക്കുവാനായിട്ടാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൻ്റെ ആ നിത്യതയിലാക്കി ആ ദൈവം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നും തിരിച്ചറിഞ്ഞ് അത് അനുസരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും വലിയ നന്മ, ഏറ്റവും വലിയ അനുഗ്രഹം എന്നത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവും അതുപോലെ തൻ്റെ അപ്പോസ്തലന്മാരും ആദിമ ക്രിസ്ത്യാനികളും കാണിച്ചു തന്ന മാതൃക അത് നമ്മുടെ ജീവിതത്തിലും മുറുകെ പിടിക്കുവാനായിട്ട് നമുക്ക് തീരുമാനിക്കാം. ഈ മാറിപ്പോകുന്ന ലോകത്തിൻ്റെ വഴിയെ ചെന്ന് നഷ്ടപ്പെട്ടു പോകാതെ, ജീവിതം പാഴാക്കി കളയാതെ, നമ്മുടെ സ്വാർത്ഥപരമായിരിക്കുന്ന ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിച്ച് നമ്മുടെ സമയം വെറുതെ നഷ്ടപ്പെടുത്തി കളയാതെ, നമ്മുടെ അധ്വാനത്തെ വൃഥാവായിക്ക് നഷ്ടപ്പെടുത്തി കളയാതെ, പ്രിയമുള്ളവരെ, സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തും തിരിച്ചറിയുവാനും ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ ആ നന്മയും അതിൻ്റെ പൂർണ്ണതയും അതിലുള്ള ദൈവത്തിൻ്റെ പ്രസാദവും തിരിച്ചറിഞ്ഞ് അത് ചെയ്യുവാനും നാം നമ്മെ തന്നെ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഞാനിവിടെ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ മനസ്സലിവ് പ്രാപിച്ച ദൈവജനം അവർ ചെയ്യേണ്ട രണ്ട് ഉത്തരവാദിത്തങ്ങളാണ് ഞാൻ അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകളിൽ നിന്നുകൊണ്ട് ഇവിടെ പ്രബോധിപ്പിച്ചത്. ഒന്നാമതായിട്ട് നാം കണ്ടത് ജീവനുള്ള യാഗമായി നമ്മെ തന്നെ സമർപ്പിക്കുക. നമ്മുടെ ജീവിതം ഒരു യാഗമായിട്ട് കർത്താവിനെ സമർപ്പിക്കുക. യാഗം എന്ന് പറയുമ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒരു സ്തോത്രയാഗം എന്ന അർത്ഥത്തിൽ എടുക്കാം അതിനെ. അതുപോലെ ഒരു സർവീസ് ടു ഗോഡ്, ദൈവസേവനം എന്നല്ലേ നമുക്കതിനെ എടുക്കാം. അപ്പോൾ ദൈവത്തെ സേവിക്കുവാനായി നാം നമ്മെ തന്നെ സമർപ്പിക്കുക. ജീവനുള്ള യാഗമാണ്. കാരണം ഈ യാഗം അർപ്പിക്കുന്ന വ്യക്തി മരിക്കുന്നില്ല, ജീവിച്ചിരുന്നുകൊണ്ട് വീണ്ടും വീണ്ടും അദ്ദേഹം ദൈവത്തെ സേവിക്കുകയാണ്, ദൈവത്തെ ആരാധിക്കുകയാണ്. അല്ലാതെ നമുക്ക് ദൈവത്തിന് എന്താണ് കൊടുക്കാനായിട്ടുള്ളത്? അല്ലേ? ദൈവത്തിന് നമുക്കൊന്നിനും കൊടുക്കേണ്ട ആവശ്യം, ദൈവത്തിനൊന്നും കുറവുള്ള ദൈവമല്ല.
ദൈവം എല്ലാത്തിലും സമ്പൂർണ്ണനായിരിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് അങ്ങോട്ടൊന്നും നാം ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ദൈവത്തെ സേവിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏക കാര്യം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യുക. അപ്പോൾ ജീവനുള്ള യാഗമായി നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ഉത്തരവാദിത്തമായിട്ട് നാം ചിന്തിച്ചത്. രണ്ടാമതായിട്ട് നാം ചിന്തിച്ചത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ലക്ഷ്യങ്ങളിൽ, നമ്മുടെ താല്പര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ് അവിടെ നാം ചിന്തിച്ചത്. അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റപ്പെടേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ചിന്തകളും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എങ്ങനെയാണ് മാറ്റേണ്ടത്? ലോകത്തിലെ മറ്റുള്ള ആളുകളുടെ ഇഷ്ടപ്രകാരമല്ല, സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നാം അതിനെ മാറ്റേണ്ടത് ആവശ്യമാണ് എന്നാണ് നാം ചിന്തിച്ചത്. കാരണം എന്തിനു വേണ്ടി രൂപാന്തരപ്പെടണം, ഞാൻ മനസ്സുപുതുക്കി രൂപാന്തരപ്പെടണം ഞാൻ വിശദീകരിച്ചല്ലോ. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയേണ്ടതിന്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഏറ്റവും മികച്ചതെന്ന് പരിശോധിച്ചറിയേണ്ടതിന്, ലോകത്തിന് അത് തെളിയിച്ചു കൊടുക്കേണ്ടതിന് നാം രൂപാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇപ്രകാരം ജീവിച്ചുകൊണ്ട് ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളെയും കർത്താവ് വിളിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരുവാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ ലോകത്തിൻ്റെ കാലഗതിക്കൊത്തവണ്ണം സഞ്ചരിക്കാതെ, ഈ ലോകത്തിൻ്റെ ഭാഷൻ്റെ പുറകെ പോകാതെ, ഈ ലോകത്തോട് അനുരൂപപ്പെട്ട് പോകാതെ, ദൈവ ഇഷ്ടത്തിന് ഒത്തവണ്ണം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു യാഗമായി, ഒരു ആരാധനയായി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഞായറാഴ്ച മാത്രം ദൈവത്തെ ആരാധിക്കുന്ന ഒരു ശീലമാണ് നമുക്കുള്ളതെങ്കിൽ ഞായറാഴ്ച ആരാധിക്കുന്നതോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഓരോ ദിവസവും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിൻ്റെ കൃപ കൂടാതെ നമുക്ക് സാധിക്കുകയില്ല. ഞാൻ ഒരു കാര്യമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ ഇത് നാം മനഃപൂർവ്വമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഇത് കൽപ്പിച്ചിരിക്കുന്നത്. അത് നാം ഒരിക്കലും മറക്കരുത്. ഇതിൽ നമുക്ക് ക്രിയാത്മകമായിരിക്കുന്ന ഒരു പങ്ക് ദൈവം തന്നിട്ടുണ്ട്. കർത്താവ് നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് നാമും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തോടുകൂടി ചേർന്ന് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം ഇത് തിരിച്ചറിഞ്ഞ്, ദൈവത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം ഈ രണ്ട് നിലയിൽ തിരിച്ചറിഞ്ഞ് അത് ചെയ്യുവാനായിട്ട് ദൈവം എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇപ്രകാരം ദൈവത്തിന് വചനം ശുശ്രൂഷിക്കാനായിട്ട് കർത്താവ് എന്ന അവസരത്തിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. ഈ അവസരം തന്ന കളമശ്ശേരി സഭയിലെ പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.